നമസ്കാരം, അസ്സാം വലൈക്കും. ഡയറ്റീഷ്യൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡയറ്റീഷ്യൻ ടീന സുധീർ. ഇന്ന് ഞാൻ വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷേ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ആഹാര സാധനമാണല്ലോ നട്ട്സ്. മിക്കവരും ഒരു ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു മിഡ് മോർണിംഗ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഇട സമയത്ത് നമുക്ക് എന്തെങ്കിലും കുറയ്ക്കണമെന്ന് തോന്നുവാണെങ്കിലൊക്കെ യൂസ് ചെയ്യുന്ന ഹെൽത്തിയർ ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ് നട്ട്സ് എന്ന് പറയുന്നത്. പക്ഷേ ഈ നട്ട്സ് ഉപയോഗിക്കുമ്പോൾ ചിലർ പറയുന്ന കംപ്ലൈന്റ് എന്ന് വെച്ചാൽ അസിഡിറ്റി കൂടുന്നു, ബ്ലോട്ടിംഗ് ഉണ്ടാവുന്നു എന്നുള്ളതൊക്കെയാണ്. നട്ട്സിന്റെ ന്യൂട്രീഷണൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നട്ട്സ് എങ്ങനെ യൂസ് ചെയ്യണം? നട്ട്സ് എപ്പോഴും സോക്ക് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതായത് ഒരു മണിക്കൂറോളം വെള്ളത്തിൽ നട്ട്സ് കുതിർത്ത് വെക്കുക. അത് എന്ത് നട്ട്സ് ആണെങ്കിലും, ബദാം ആണെങ്കിലും കാഷ്യൂസ് ആണെങ്കിലും പീനട്ട് ആണെങ്കിലും ഒക്കെ അങ്ങനെ കുതിർത്ത് വെച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ വാൾനട്ട്, പിസ്ത ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ. പിസ്തയൊക്കെ ആണെങ്കിലും അതിൻ്റെ തൊണ്ട് കളഞ്ഞിട്ട് കുറച്ച് നേരം അത് സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രീഷൻ ക്വാളിറ്റി ഇമ്പ്രൂവ് ആക്കാനായിട്ട് അത് സഹായിക്കും. ടേസ്റ്റ് വൈസ് നോക്കുവാണെങ്കിൽ വലിയ നല്ലതാവില്ല, കാരണം പീനട്ടൊക്കെ നമ്മൾ കുതിർത്ത് വെക്കുകയാണെങ്കിൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേങ്കിൽ നമ്മുടെ ന്യൂട്രീഷണൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ആക്കാനായിട്ട് ഇത് ഹെൽപ്ഫുൾ ആണ്. ആകെ കുതിർത്ത് വെച്ച് കഴിക്കുന്നത് ബദാം മാത്രമാണല്ലോ. ബദാം എല്ലാവരും കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ബദാം മാത്രം അങ്ങനെ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ബദാം ഡെയിലി യൂസ് ചെയ്യാം. ഒരു 5 മാത്രം ഉപയോഗിക്കുക, അതിൽ കൂടുതലാവരുത്. ബദാം യൂസ് ചെയ്യുന്ന ദിവസം വേറെ നട്ട്സ് ഒന്നും ഉപയോഗിക്കാനും പാടില്ല കേട്ടോ. എന്ത് നട്ട്സ് ആണെങ്കിലും 5 ആണ് അതിൻ്റെ ഒരു പോർഷൻ സൈസ് എന്ന് പറയുന്നത്. അത് മാത്രം മതി ഒരു ദിവസം. നമ്മൾക്ക് അതിൽ നിന്ന് ഒരുപാട് ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ട്. അത് 5 യൂസ് ചെയ്താൽ മതിയാവും. അപ്പോൾ നട്ട്സ് കുതിർത്ത് വെക്കുന്നതിൻ്റെ പ്രയോജനം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നട്ട്സ് കുതിർത്ത് വെക്കുന്നതിലൂടെ നട്ട്സിലൊക്കെ ഈ ഫൈറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ ഫൈറ്റിക് ആസിഡിൻ്റെ ഒരു റോളെന്ന് പറയുന്നത് ന്യൂട്രിയൻസ്, ബാക്കിയുള്ള എല്ലാ ന്യൂട്രിയൻസിൻ്റെയും അബ്സോർപ്ഷനെ തടയും. ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം? അതൊക്കെ വേസ്റ്റ് ആയി പോകും, നമ്മുടെ ശരീരത്തിലോട്ടൊന്നും കിട്ടത്തില്ല. നട്ട്സിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്. പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഹെൽത്തി ഫാറ്റ് ആട്ടോ. ഹെൽത്തി ഫാറ്റ് ഉണ്ട്, അതുപോലെ മിനറൽസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ന്യൂട്രിയൻസിൻ്റെ ഒരു കലവറ തന്നെയാണ് ഈ നട്ട്സ് എന്ന് പറയുന്നത്. അതുകൂടാതെ ഇതിൽ ഫൈറ്റിക് ആസിഡും ഉണ്ട്. അപ്പോൾ ഈ ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തത്തില്ല. നട്ട്സ് സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫൈറ്റിക് ആസിഡിൻ്റെ എമൗണ്ട് കുറയുകയും ബാക്കിയുള്ള ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷന് അത് ഹെൽപ്ഫുൾ ആവുകയും ചെയ്യുന്നുണ്ട്. ഇതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസിഡിറ്റി, ബ്ലോട്ടിംഗ് ഒക്കെ നട്ട്സ് ഉണ്ടാകും. പക്ഷെ സോക്ക് ചെയ്ത് അത് കഴിക്കുവാണെങ്കിൽ അസിഡിറ്റിയുടെ പ്രോബ്ലം ഇല്ലാണ്ടാവും. മൂന്നാമത്തേത്, ഇത് വെയിറ്റ് റിഡക്ഷന് ഒരുപാട് ഹെൽപ്ഫുൾ ആണ് ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. നാലാമത്തെ എന്ന് പറഞ്ഞാൽ നട്ട്സിൽ മെഥിയോനിൻ എന്ന് പറയപ്പെടുന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. ഇത് നമ്മുടെ ഉറക്കത്തിനൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. നട്ട്സ് സോക്ക് ചെയ്ത് വെക്കുമ്പോൾ ഈ മെഥിയോനിൻ്റെ എമൗണ്ട് ഇൻക്രീസ് ആവും. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള സ്ലീപ്പ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ സോക്ക്ഡ് നട്ട്സിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണു. ഇങ്ങനെ ഒരുപാട് പ്രയോജനങ്ങൾ നമുക്ക് കിട്ടുമെങ്കിൽ നട്ട്സ് ജസ്റ്റ് സോക്ക് ചെയ്യുന്നതല്ലേ നല്ലത്. വെറുതെ കഴിച്ചിട്ട് അതിലൊരു ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയിലോട്ട് കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്യുക. ഡൈജഷനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അത് പ്രായമുള്ളവർക്ക് ഇതുപോലെ സോക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.